ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മിനിപ്പിൾ 1024Bയിൽ നമ്മൾ എങ്ങനെ ചേസ് സേവ് ചെയ്യാൻ നോക്കാം. 6 LED ബാർ ലൊക്കേറ്റ് ചെയ്യാം. ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കളർ കൊടുക്കാം, ഒരു റെഡ് കളർ കൊടുക്കാം. റെഡ്. ഇനി നമുക്ക് ചേസിലേക്ക് സേവ് ചെയ്യണം. ചേസ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേസ് കൊടുക്കുക. 8 ഫ്രീ ആണ്. 8 നമ്മുടെ 7 വരെ നമ്മൾ സീൻ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ 8ാമത്തെ ഫ്രീ ആണ്. 8, 9, 10 ഫ്രീ ആണ്. അപ്പോൾ 8 നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. 1 അപ്പോൾ കണ്ടോ Q0 എന്നാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ റെഡ് കളർ ഇവിടേക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ഈ റെക്കോർഡ് ഉണ്ട്. ഈ റെക്കോർഡ് പ്രസ് ചെയ്യുക. റെക്കോർഡ് പ്രസ് ചെയ്തിട്ട് ഈ റെക്കോർഡ് ബൈ ഫിക്സർ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ ചാനലോ ഫിക്സറോ ആക്കാം. നമ്മൾ ഫിക്സർ കൊടുക്കുന്നു. ഈ റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ് കൊടുക്കുക. അവിടെ ഈ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടോ ഓഫ് 1 എന്ന് വന്ന്. ഇപ്പോൾ ഈ റെഡ് ഇപ്പം ആൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ഓഫ് ചെയ്തിട്ട് ഗ്രീൻ വീണ്ടും റെക്കോർഡ് പ്രസ് ചെയ്യുക. ഫൈനൽ സ്റ്റെപ്പ് ഡി കൊടുക്കുക. കണ്ടോ, 2 ആയി. വീണ്ടും ഗ്രീൻ വെക്കുക, അത് ബ്ലൂ കൊടുക്കുക. റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ്. ഇപ്പം 3 ആയിട്ടുണ്ട്. അപ്പം RGB സേവ് ആയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ക്ലിയർ കൊടുക്കുക. ഇവിടെ കണ്ടോ ചേസ് ഇപ്പം ആൾറെഡി ഓൺ ആണ്. അപ്പോൾ ചേസ് ഓഫ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ 0 ആണ്. അപ്പോൾ 8 ഇപ്പം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ, സ്പീഡ് കുറയ്ക്കാൻ. കണ്ടോ, ഇതിൽ സ്പീഡ് കൺട്രോൾ. കണ്ടോ, ഇത് ഫേഡ് ഔട്ട്, ഫേഡ് ഇൻ. കണ്ടോ, നമുക്ക് ഇതിനെ പൗസ് ചെയ്യാൻ വേണ്ടിയതാ സ്റ്റോപ്പ്. ചേസിന് ഗോ. കണ്ടോ, ഗോ മൈനസ്, ഗോ പ്ലസ്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നമുക്കൊന്നുകൂടെ എക്സിറ്റ് ക്ലിയർ അടിച്ചിട്ട് നോക്കുന്നില്ലേ. ഒന്നുകൂടെ ലൊക്കേറ്റ് അടിച്ചു. നമ്മൾ ഡിമ്മറെല്ലാം ഒന്ന് കുറയ്ക്കാനാട്ടോ. ഓക്കെ, ഇനി നമുക്ക് 1ാമത്തെ LED ബാർ മാത്രം സെലക്ട് ചെയ്യാം. 1ാമത്തെ LED ബാർ നമുക്ക് ഒന്നുകൂടെ റീടേക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. നമ്മൾ ഒന്നുകൂടെ LED ബാർ ലൊക്കേറ്റ് ചെയ്തു. നമ്മുടെ കളർ എല്ലാം കുറയ്ക്കാം. ആദ്യം കുറച്ച് എളുപ്പത്തിനാണ് കേട്ടോ. കുറച്ചു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ 1ാമത്തെ LED ബാർ മാത്രം സെലക്ട് ചെയ്തു. അതിന് നമ്മളൊരു റെഡ് കളർ കൊടുത്തു. ഓക്കെ, റെഡ് പകർത്തിയല്ലോ. വീണ്ടും ചേസ് പ്രസ് ചെയ്യുക. നമ്മൾ 9ാമത്തെ സെല്ല് ഫ്രീ ആണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ റെഡ് സേവ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ്. റെക്കോർഡ് സേവ് ആയിട്ടുണ്ട്. ഇല്ല, റെഡ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിനെ നമുക്ക് ഒന്ന് 0 ആക്കാം. ഓഫ് ചെയ്താൽ അടുത്ത് ഈ 2ാമത്തെ LED ബാർ സെലക്ട് ചെയ്യുക. ഇതിന് ഓഫ് ചെയ്യണം. 2ാമത്തെ മാത്രം സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഗ്രീൻ. ഓക്കെ, വീണ്ടും റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ്. വീണ്ടും ഗ്രീൻ ഓഫ് ചെയ്യുക. 3ാമത്തെ സെലക്ട് ചെയ്യുക. നമുക്കവിടെ ഒരു ബ്ലൂ ഇത് സേവ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബ്ലൂ കുറയ്ക്കുക. 4ാമത്തെ LED ബാർ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഒരു കളർ റെഡ് കൊടുക്കുക. റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ് കുറയ്ക്കുക. 5ാമത്തെ സെലക്ട് ചെയ്യുക. ഗ്രീൻ കൊടുക്കുക. റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ് കുറയ്ക്കുക. 6ാമത്തെ സെലക്ട് ചെയ്യുക. ബ്ലൂ റെക്കോർഡ് ഫൈനൽ സ്റ്റെപ്പ്. നമ്മൾ 6 കളറായിട്ടുണ്ട്. നമ്മളൊരു
ചേസർ പോലെ ചെയ്യാൻ വേണ്ടി അപ്പോൾ എക്സിറ്റ് ക്ലിക്ക് അടിക്കുക. എക്സിറ്റ് ക്ലിക്ക് അടിച്ച ശേഷം നമ്മൾ ചേസ് ഓഫ് ചെയ്യണം. ചേസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇവിടെ സേവ് ആകത്തില്ല. ചേസ് ഓഫ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ സേവായി. നമുക്ക് നോക്കാം. കണ്ടോ എൻ്റെ സ്പീഡ്. സ്റ്റോപ്പ്, ഗോ മൈനസ് റിവേഴ്സ്. കണ്ടോ സ്റ്റോപ്പ്, ഗോ, സ്റ്റോപ്പ്, ഗോ, സ്റ്റോപ്പ്, ഗോ. കണ്ടോ സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാം, സ്പീഡ് ആണെങ്കിൽ സ്പീഡ് കൂട്ടാം. ഇനി നോക്കിയോ, അപ്പോൾ ഇതിൽ ആൾറെഡി നമ്മൾ ഈ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഈ സ്പീഡ് കണ്ടോ ഇവിടെ 1 സെക്കൻഡിലാണ് ഇതിപ്പം പ്ലേ ആവുന്നത്. നമ്മൾ ഫേഡർ അപ്പം ഇത് ഫേഡർ പൊക്കിഷൻ നമ്മൾ 1 സ്പീഡ് കൂട്ടണം പ്രോഗ്രാം സമയത്ത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഈ 1 സെക്കൻഡിൽ ആദ്യം പ്ലേ ആവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് നമുക്കിവിടെ 2 സെക്കൻഡോ 3 സെക്കൻഡോ 5 സെക്കൻഡൊക്കെ ആക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അത് അറിയാത്തവർ അത് എങ്ങനെയാണെന്ന് ആ വീഡിയോ കണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ വീല് കറക്കിയാലേ സ്പീഡ് കൂടുകയുള്ളൂ. പെട്ടെന്നൊരു ഷോയ്ക്ക് പെട്ടെന്ന് സ്പീഡ് വേണ്ടി നമ്മൾ ഇത് ചെയ്യുമ്പോൾ പതുക്കെ ഇങ്ങനെ പോകുള്ളൂ. ഇപ്പോൾ DJ സെറ്റപ്പ് ആക്കാൻ കുറച്ച് സ്പീഡൊക്കെ വേണ്ടി വരും. നമുക്ക് ആ സമയത്ത് ഇവിടെ ടൈമിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ആകുമ്പോൾ ഇപ്പം 3 സെക്കൻഡ് ആണെങ്കിൽ ഈ നോക്കിയോ, അപ്പം 3 സെക്കൻഡ് ഇതിൽ കണ്ടോ, ഈ 3 സെക്കൻഡ് സേവ് ചെയ്ത് ഇവിടെ 1 സെക്കൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്പീഡ് നമ്മൾ പ്ലേ ആകുമ്പോൾ തന്നെ നമുക്ക് പ്രോഗ്രാം സമയത്ത് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ സീനാണ്, ചേസാണ്. ഇനി വേറൊരു ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം നമുക്ക് അതാ 1ാമത്തെ LED പാറും, 3ാമത്തെ LED പാറും, 5ാമത്തെ LED പാറും ഒക്കെ ചെയ്തു. ഓക്കെ, ഇനി നമുക്കതിന് കളർ കൊടുക്കാം. അതിന് നമുക്കൊരു റെഡ് കളർ കൊടുത്തു. അടുത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചേസ് കൊടുക്കുന്നു. നമ്മൾ ഈ 10 ഫ്രീ ആണ്, ഈ 10 കൊടുക്കുന്നു. റെക്കോർഡ് ചാനൽ. ഇപ്പം ആ റെഡ് നമ്മളിപ്പം ഈ 3 അല്ലേ, ഈ റെഡിനെ അങ്ങ് ഓഫ് ചെയ്യുക. നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യാത്ത 2, 4, 6 ആണ്. അത് സെലക്ട് ചെയ്യുക. 2, 4, 6 സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുക. ബ്ലൂ കളർ കൊടുക്കുക. ഈ കളർ സേവ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ്, ഫൈനൽ സ്റ്റെപ്പ്, എക്സിറ്റ് ക്ലിയർ, ചേസ് ഓഫ് ചെയ്യുന്നു. 10 കണ്ടോ. സ്റ്റോപ്പ് ആണ്, സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ്. ഓക്കെ, ഇതൊരു സെറ്റപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പും ഇതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് ജനറേറ്റർ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചേസിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അടുത്ത ഷേപ്പ് ജനറേറ്റർ ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് അറിയുന്നുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.